സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ലോകം ആധുനിക ലോകമെന്ന് പറയുന്നു, എന്നാൽ മനുഷ്യൻ പരസ്പരം യുദ്ധം ചെയ്യുകയാണ്. ഇതെന്തൊരു ആധുനിക ലോകമാണ്? ഇവിടെ ടെക്നോളജിയും സൗകര്യങ്ങളും ഒക്കെ കൂടുന്നുണ്ടെങ്കിലും മനുഷ്യൻ ഇപ്പോഴും പിശാചായി നിലനിൽക്കുകയാണ്. കാരണം മനുഷ്യന്റെ ഉള്ളിലാണ് യഥാർത്ഥ യുദ്ധങ്ങൾ നടക്കുന്നത്. മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ കുരുട്ട് മനസ്സ് മനുഷ്യന്റെ അധികാരം പിടിച്ചെടുക്കുമ്പോൾ ഓരോരുത്തരും പൈശാചികരായി മാറുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹം ഉണ്ടാകുമ്പോൾ, അങ്ങനെയുള്ള ഒരു രാജ്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ യുദ്ധങ്ങളും അടിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെ ഉണ്ടാക്കാൻ, അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന് വേണ്ടി ഹിപ്നോട്ടിസം ചെയ്തുകൊണ്ട് അധികാര പുതിയന്മാർ ഇവിടെ വിലസുന്നു എന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും നമ്മൾ വേണ്ടത് നമ്മളിലേക്ക് തന്നെ യാത്ര നടത്തുകയും നമ്മിലേക്ക് തന്നെ യാത്ര നടത്തി നമ്മുടെ മനസ്സിനെ, നമ്മളോടാണ് യുദ്ധം ചെയ്യേണ്ടത്, നമ്മുടെ മനസ്സിനെ നിരീക്ഷിച്ച് മനസ്സിന്റെ പിടിയിലാകാതെ മനസ്സിനെ ശുദ്ധമാക്കുകയും നഫ്സിനെ ശുദ്ധമാക്കുകയും ശേഷം നമ്മുടെ ഉള്ളിലുള്ള മറ്റു തലങ്ങളൊക്കെ തുറന്ന് ധ്യാന മൗന പ്രഭയോടെ മറ്റുള്ള ഉന്നതമായിട്ടുള്ള യാത്ര നടത്തുകയുമാണ് വേണ്ടത് എന്ന് ആമുഖം പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോകാം. നമ്മുടെ ചാനൽ എല്ലാ വിഷയവും പറയുന്ന ഒരു ചാനലാണ്. ആത്മസത്തയിൽ നിന്നുകൊണ്ട് ഇവിടെ ഈ ലോകത്ത് എല്ലാ വിഷയത്തെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രതയാണ് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ വേണ്ടത്. ആ സമഗ്രതയിലേക്കാണ് നമ്മൾ ശ്രദ്ധ ക്ഷണിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം അല്ലെങ്കിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നൊക്കെ ചർച്ചയാവുകയാണ്. ഞാൻ ഫേസ്ബുക്കിൽ ശ്രദ്ധിച്ചു, ഇരു ചേരിയിൽ നിന്നുകൊണ്ടും യുദ്ധം ഉണ്ടാകട്ടെ, അതായത് ഒരു ഫുട്ബോൾ കളിയും ക്രിക്കറ്റ് കളിയും മാച്ചും നടക്കുന്ന ആവേശത്തോടെ യുദ്ധം ഉണ്ടാകട്ടെ എന്ന തലത്തിലുള്ള ചർച്ചകളൊക്കെ കണ്ടു ഫേസ്ബുക്കിലൊക്കെ. അത് യഥാർത്ഥത്തിൽ എന്താണ് യുദ്ധമെന്നും യുദ്ധം അനുഭവിക്കാത്തതും കൊണ്ടാണ്, നേരിട്ട് അനുഭവിക്കാത്തത് കൊണ്ട് പറയുന്നതാണ് എന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം, വിഷയത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിയാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവിടെ ഉണ്ടായിരുന്നത് ഒരു അമേരിക്കൻ പാവ സർക്കാരായിരുന്നു. ആദ്യം കുറെ പതിറ്റാണ്ടുകൾക്ക് മുന്നേ പോയാൽ ഒരു അമേരിക്കൻ പാവ സർക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അമേരിക്കയും അമേരിക്കയുടെ പിറകിലുള്ളവരും ഒക്കെ കൂടി നിർമ്മിച്ച ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സപ്പോർട്ടോടെ നിർമ്മിച്ച, അതുപോലെ തന്നെ സിയോണിസ്റ്റുകളും തീർച്ചയായിട്ടും ഇറാനുമായിട്ട് അന്നേരം വളരെ നല്ല ബന്ധത്തിലായിരുന്നു. ഇസ്രായേൽ എന്ന രാജ്യവും നല്ല ബന്ധത്തിലായിരുന്നു ഇറാനുമായിട്ട്. പിന്നീട് അവിടെ വിപ്ലവം ഉണ്ടാവുകയാണ്. അതിനെ മാറ്റിമറിച്ചുകൊണ്ട് നമുക്കറിയാം ആയത്തുള്ള ഖുമൈനിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സർക്കാരിനെ, അവരുടെ നേതൃത്വത്തിലൊക്കെ ഉള്ള വിപ്ലവം മാറ്റിമറിക്കുകയാണ്. ശേഷം അവിടെ വേറെ ഒരു ഭരണകൂടം വരികയാണ്. ഇറാനിൽ ഇപ്പോഴുള്ളത് ജനാധിപത്യ രാജ്യമാണ് ഇറാൻ. സൗദി പോലൊന്നും രാജഭരണമല്ല. അവിടെയുള്ള ഒരു ആത്മീയ നേതൃത്വം അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ആ ഭരണകൂടം വന്നതിന് ശേഷം അമേരിക്കൻ വിരുദ്ധ രാജ്യമായിട്ട് മാറി ഇറാൻ. അവരൊരിക്കലും സിയോണിസ്റ്റുകളെ അംഗീകരിച്ചില്ല, മാത്രമല്ല ഇസ്രായേൽ എന്ന രാജ്യത്തെയും അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. അതിനുശേഷം അതിനെ തകർക്കാൻ വേണ്ടി അമേരിക്ക നേരിട്ട് തന്നെ, അന്ന് ഇറാന്റെ അടുത്ത് ഇത്ര ആയുധ ബലവും ഒന്നുമില്ല എന്ന് നമ്മൾ ഓർക്കണം, അമേരിക്ക നേരിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട്. അതുകൂടാതെ നമുക്കറിയാം, ഇറാനെ മുന്നേ സദ്ദാം ഹുസൈനെ കൊണ്ട് അമേരിക്കൻ പിന്തുണയോടെ ഇറാൻ യുദ്ധം നടന്നിട്ടുണ്ട്, 6 വർഷം നീണ്ടുനിന്ന. ഇതിലൊക്കെ ഇറാൻ അന്നേരം പിടിച്ചു നിന്നിരുന്നു. നമുക്കറിയാം, ലോകത്ത് അധിനിവേശ ശക്തികളെ പിടിച്ചു നിന്ന പല രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ക്യൂബയെ നമ്മൾ എടുക്കുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് ക്യൂബയെ എടുക്കുമ്പോൾ, ക്യൂബ വളരെ ചെറിയൊരു രാജ്യമാണ് അമേരിക്കയുടെ അടുത്തുള്ള. പക്ഷേ ഈ ക്യൂബ അമേരിക്കൻ അധിനിവേശത്തെയും ഉപരോധത്തെയും, അക്രമം മാത്രമല്ല അവർക്ക് ഒരു പ്രൊട്ടക്റ്റും കൊടുക്കാതെയുള്ള ഉപരോധത്തെയും ഒക്കെ ഇവരൊക്കെ എങ്ങനെയാണ് പിടിച്ചു തന്നത്? നമ്മൾ സംസാരിക്കാറുണ്ട് കളക്റ്റീവ് ബോധത്തെപ്പറ്റി, കൂട്ടായ ബോധത്തെപ്പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്. അതിന് ശക്തിയുണ്ടെന്ന്. വളരെ ശക്തമായിട്ടുള്ള കൂട്ടായ ബോധമുള്ള രാജ്യങ്ങളാണ് ക്യൂബയും ഇറാനും ഒക്കെ. അധിനിവേശ വിരുദ്ധമായിട്ടുള്ള കൂട്ടായ ബോധം വളരെ ശക്തിയായിട്ടുള്ള രാജ്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് കൂടിയാണ് അവർ പിടിച്ചു നിന്നത് എന്ന്, ആ കൂട്ടായ ബോധത്തിന് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിടിച്ചു നിന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇനി നേരെ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന ന്യൂസാണ് അമേരിക്ക ഇറാൻ അടിക്കുമോ, ഇറാഖിനെ അടിച്ച പോലെ അഫ്ഗാനിസ്ഥാൻ അടിച്ച പോലെയൊക്കെ അമേരിക്ക ഇറാനെ അടിക്കുമോ എന്നുള്ള ഒരു സംഭവം ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഇവിടെ. പലപ്പോഴും അങ്ങനെ തോന്നിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അമേരിക്കയെയും അതിന് പിറകിലുള്ളവരെയും സിയോണിസ്റ്റുകളെയും ഒക്കെ അംഗീകരിക്കാത്ത രാജ്യങ്ങളെ ലോകത്തിന് മുന്നിൽ പല കാരണങ്ങളും തുറന്നു കാട്ടിക്കൊണ്ട് അവർ ഇവർക്കെതിരാകുമ്പോൾ അവിടെ ആക്രമിക്കുകയും ശേഷം ഇവരുടെ ഒരു പാവ ഗവൺമെന്റിനെ സ്ഥാപിക്കുകയും എക്കാലത്തും ചെയ്യാറുണ്ട്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രവും ആ രാജ്യങ്ങളിൽ പ്രയോഗിക്കാറുണ്ട്. അതായത് തമ്മിൽ അടുപ്പിക്കാൻ നോക്കുക എന്നുള്ള ഒരു തന്ത്രവും പല മാസ്റ്റർ പ്ലാനിലും അവിടെ പ്രയോഗിക്കാറുണ്ട്. നമുക്കറിയാം, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ മാസ്റ്റർ പ്ലാൻ തമ്മിൽ അടുപ്പിക്കലായിരുന്നു. അതിന്റെയൊക്കെ പിറകിലുള്ളവരൊക്കെ തന്നെയാണ് ഇപ്പോഴും ലോക പോലീസിനെയൊക്കെ മുന്നിൽ നിർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയം, ഇസ്രായേൽ സിറിയയിലുള്ള ഇറാൻ എംബസിയെ ആക്രമിച്ചു. അവിടെ തന്ത്രപ്രധാനിയായിട്ടുള്ള ഇറാന്റെ ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടു. നമുക്കറിയാം, ഒരു എംബസി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇറാൻ അതിനെ നേരിട്ട് അടിച്ച പോലെ തന്നെയാണ് എടുത്തത്. അതിനുശേഷം മാണ് കപ്പൽ റാഞ്ചൽ ഉണ്ടാകുന്നത്. നമുക്കറിയാം, കപ്പൽ റാഞ്ചിയപ്പോൾ അതിൽ മലയാളികളുണ്ട്, ഇന്ത്യക്കാരൊക്കെ ഉണ്ട്, നമ്മുടെ മലയാളികളും ഉണ്ട്. അവരൊക്കെ സുരക്ഷിതരാണെന്നുള്ള നല്ല ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് മുന്നേയും അമേരിക്ക, ഈ മുന്നേയുള്ള വർഷങ്ങളിലുള്ള വാർത്ത തന്നെയായിരുന്നു, അമേരിക്ക ഒരു തന്ത്രപ്രധാനിയായിട്ടുള്ള അമേരിക്കയുടെ സഹായത്തോടെ ഇറാൻ ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. അതിനുശേഷവും ഇറാൻ പതാക ഉയർത്തുകയും ഇറാഖിലുള്ള അമേരിക്കൻ എംബസിയിലേക്ക് തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഈ അക്രമം ഉണ്ടായ ശേഷം, ഈ കപ്പൽ റാഞ്ചിലൊക്കെ നടന്നതിന് ശേഷം ഇപ്പോൾ ഇറാൻ ഇസ്രായേലിലേക്ക് അക്രമം ഉതിർത്തി വിട്ടിരിക്കുകയാണ്. അതിന്റെ ബേസിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഇരു ചേരികളിൽ നിന്നുകൊണ്ട് യുദ്ധം ഉണ്ടാകുമോ, അങ്ങനെ ആകുമോ, ഇങ്ങനെയാകുമോ, അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ ഉയർന്നു കേട്ട ഒരു വാദമാണ്, ഇത് കേവലമായിട്ടുള്ള ഒരു പ്രതിരോധിച്ചു എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം അടിച്ചതാണ് ഇറാൻ എന്നുള്ളത്.
അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് യുദ്ധം ഇപ്പൊ തന്നെ വേണ്ട എന്നും ഇസ്രായേൽ തിരിച്ചടിക്കുകയാണെങ്കിലും അത് വ്യാപകമായിട്ടുള്ള യുദ്ധത്തിലേക്ക് പോകരുത് എന്നുള്ളതുമാണ്. നമുക്കറിയാം ഇറാൻ അടിച്ചത് ഇസ്രായേലിന്റെ സൈനിക വൃത്തങ്ങളെയാണ് ഇറാൻ നോട്ടമിട്ടത്. എന്നാൽ ഈ തുടർച്ച ഇറാന്റെ ഐഡിയ ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇറാൻ വെറും കുത്തിപ്പടക്കമാണ് അയച്ചത്, ഇറാന്റെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. തീർച്ചയായിട്ടും ഇറാൻ അയച്ചത് കുറെ ഡ്രോണുകൾ അയച്ചു, ശേഷം ഡൂബ്രി പോലെയുള്ള കുറെ മിസൈലുകളും അയച്ചു. ഇതിനെയൊക്കെ അമേരിക്കൻ പ്രതിരോധവും അയൺ ഡോമും ഒക്കെ തകർത്ത് തരിപ്പണമാക്കി. അതായത് ഇറാൻ അയച്ച പലതിനെയും തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്, അമേരിക്കയുടെ ഇസ്രായേലിന്റെ പ്രതിരോധം. പക്ഷേ ചിലതൊക്കെ ഇസ്രായേലിൽ പോയി പതിച്ചിട്ടുണ്ട്. അത്ര ദൂരത്ത് ഞങ്ങൾക്ക് ഇത് അയക്കാൻ കഴിയുമെന്നും ഞങ്ങളെ തൊട്ടാൽ മറുപടി ഉണ്ടാകുമെന്നും കാണിച്ചു കൊടുക്കുകയാണ് ഇറാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇറാന്റെ മിസൈൽ തീർച്ചയായിട്ടും ഇസ്രായേലിലേക്ക് ഇതൊക്കെ തടഞ്ഞു വെക്കുമ്പോൾ, ഈ ചെറിയ ഡ്രോണുകളെയും മറ്റു മിസൈലുകളെയും തടഞ്ഞു വെക്കുമ്പോൾ ചിലത് അവിടെ പോയിട്ട് ഈ പ്രതിരോധത്തെ പൊട്ടിച്ചുകൊണ്ട് പതിക്കുക എന്ന തന്ത്രം തന്നെയാണ് ഇറാൻ ഉപയോഗപ്പെടുത്തിയത്. അങ്ങനെ അവിടെ പോയി പതിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇസ്രായേലും അമേരിക്കയും ഒക്കെ ആക്രമിക്കപ്പെട്ട അതിന്റെ ന്യൂസൊന്നും അവർ പുറത്തേക്ക് വിടില്ല. അതുകൊണ്ട് കൂടുതൽ അവിടുത്തെ സംഭവങ്ങളൊന്നും നമുക്ക് അജ്ഞമാണ്. എങ്കിലും അവർ പുറത്തുവിടാത്ത ന്യൂസുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞത് ഇറാന്റെ ആവേശം പറയാനൊന്നല്ല, മറിച്ച് ഇറാനും വളരെ ശക്തമാണെന്ന് പറയാനാണ്. അപ്പോൾ ഈ യുദ്ധം ഉണ്ടായാൽ സാധാരണ ഒരു യുദ്ധം മാത്രമാവില്ല, ലോകത്തെ മൊത്തം ബാധിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് തന്നെ ആവും പോവില്ല. ഇറാനും വളരെ ശക്തമാണ്. അവർ മുന്നേ ഉള്ളതുപോലെയല്ല. അവർ തീർച്ചയായിട്ടും അവർക്കറിയല്ലോ, അവർ ഉപരോധം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അവർക്കെതിരെ എപ്പോഴും അക്രമം ഉണ്ടാകുമെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ അതിനുള്ള സജ്ജമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ ഈ യുദ്ധം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇതിൽ യുദ്ധം ഉണ്ടാവുകയും ഇറാൻ ഇസ്രായേലിനെ അടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും ചെയ്താൽ നിങ്ങൾ ഇവിടെ ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും കാണുന്ന പോലെയല്ല. ഇറാനിലും ഇസ്രായേലിലും മാത്രമല്ല ബാധിക്കൽ, റഷ്യ, ചൈന പോലെയുള്ള രാജ്യങ്ങൾ ഇറാന്റെ കൂടെ കൂടും. കൊറിയ പോലെയുള്ള രാജ്യങ്ങളൊക്കെ, അമേരിക്കൻ ലോബിയും മറ്റുള്ള രാജ്യങ്ങളും ഇസ്രായേലിന്റെ കൂടെയും ഇതൊരു ലോക യുദ്ധത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വേദിക്കരുത് എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും പിന്നീട് അതിലേക്ക് അത് വൈദ്യുതി വീണേക്കാം എന്നുള്ളതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതമായിരിക്കും മാനവരാശിക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഹൂതികൾ, യമനിലുള്ള കടൽ പോരാളികളാണ് ഹൂതികൾ. അവർക്ക് ഇറാന് തീർച്ചയായിട്ടും നല്ല പ്രാക്ടീസൊക്കെ കൊടുത്ത് മിനുക്കിയെടുത്തവരാണ്. അവരാണ് കടലിലൊക്കെ കപ്പൽ റാഞ്ചിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. അതുപോലെ ഹിസ്ബുള്ളയും ഇറാന്റെ കൂടെയുണ്ട്. അപ്പൊ ഇവർ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സാറ്റലൈറ്റ് വഴിയൊന്നല്ല നെറ്റൊന്നും അധികം നടക്കുന്നത്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ നെറ്റിന്റെ ഒക്കെ പ്രധാനപ്പെട്ട സംഭവം സാറ്റലൈറ്റ് ആണ്. അല്ല, കടലിലൂടെയുള്ള കേബിൾ വയറാണ്. ഈ അടുത്ത് ഫേസ്ബുക്ക് ബന്ധമായപ്പോൾ കടലിലൂടെയുള്ള കേബിൾ വയർ ഹൂതികൾ കട്ടാക്കി എന്നുള്ളൊരു ന്യൂസ് വന്നിരുന്നു. അപ്പോൾ യുദ്ധമൊക്കെ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഹൂതികൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കടലിന്റെ അടിയിൽ പോയിട്ട് ഇതൊക്കെ കട്ട് ചെയ്യും. നെറ്റ് സ്തംഭിച്ചാൽ ലോകത്തുള്ള അവസ്ഥ നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇന്റർനെറ്റ് മൊത്തം സ്തംഭിപ്പിക്കുന്നതാണ്. അതുപോലെ ഇറാനെ അടിച്ചു തുടങ്ങിയാൽ ഇറാനെ എവിടേക്കൊക്കെയാണ് അടിക്കൽ? ഇസ്രായേലിലേക്ക് മാത്രമല്ല അടിക്കൽ. ഇറാൻ തീർച്ചയായിട്ടും ഇസ്രായേൽ പാവ രാജ്യങ്ങളായിട്ടുള്ള അമേരിക്കൻ പാവ അടിമ രാജ്യങ്ങളായിട്ടുള്ള സൗദി അടക്കമുള്ള അറബി രാജ്യങ്ങളിലെ അമേരിക്കൻ എംബസിയിലേക്കും അമേരിക്കൻ കേന്ദ്രത്തിലേക്കും അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കും ഒക്കെ അക്രമം അയച്ചു കൊടുക്കും. പിന്നീട് അക്രമം പലയിടത്തേക്കും നീങ്ങുകയും ചെയ്യുമെന്ന് നമുക്കറിയാം, ഒരു യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെയൊക്കെ ഇന്ത്യക്കാരുണ്ട്, മറ്റു രാജ്യക്കാരുണ്ട്, മലയാളികൾ, പ്രത്യേകിച്ച് ഗൾഫാണ് മലയാളികളൊക്കെ പിടിച്ചു നിർത്തുന്നത്. അതൊക്കെ തകരും. അതുകൂടാതെ ഇറാനെ അടിക്കൂ, ഇറാൻ തരിപ്പണമാകണം എന്നൊക്കെ കമന്റൊക്കെ ചെയ്യുന്നവരുണ്ട്. അവരാലോചിക്കേണ്ട ഒരു കാര്യം, ഈ യുദ്ധമൊക്കെ ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയെയാണ്. കാരണം ഇന്ത്യ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ട്. അതേപോലെ തന്നെ ഇറാനുമായിട്ട് പണ്ട് മുതലേ നല്ല ബന്ധമുണ്ട്. ഇന്ത്യ ഇപ്പോഴും ഉണ്ട്. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ അയക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇറാൻ. ഇന്ത്യ പോലുള്ള കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യത്ത് അത് നിലച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭക്ഷ്യക്ഷാമവും ഭക്ഷണത്തിനും കൂടുതൽ ദുരന്തമായി മാറും എന്നുള്ളത്. അപ്പൊ നിങ്ങളെയൊക്കെ ബാധിക്കും. നിങ്ങൾ ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി ലൈവ് ഇങ്ങനെ കാണണമായിട്ടാവില്ല യുദ്ധം. നമ്മളെയൊക്കെ ഇത് വളരെ ശക്തമായിട്ട് ബാധിക്കും. ലോകത്തെ ഏതൊരു മനുഷ്യക്കും ഏത് രാജ്യത്തുള്ള ആൾ മരിക്കുമ്പോഴും, നിരപരാധിയായുള്ള സിവിലിയൻസ് എവിടെ ഉള്ളവർ മരിക്കുമ്പോഴും ഒരു യഥാർത്ഥ മനുഷ്യന് സങ്കടമാണ്. ഇസ്രായേലിലായാലും ഇറാനിലായാലും പലസ്തീനിലായാലും ലോകത്തുള്ള എവിടെയായാലും യുദ്ധമൊക്കെ കൊടുമ്പിരി കൊള്ളുമ്പോൾ സാധാരണക്കാരും മരിച്ചു തുടങ്ങും പിന്നീട് ഈ ഭാഗത്തു നിന്നും. അതിനൊക്കെ അപ്പുറം അതൊന്നും കാണാൻ കഴിയാത്തവർ കാണേണ്ടത് നമ്മളെയും ഇത് ബാധിക്കുമെന്നുള്ള ഒരു വസ്തുതയാണ് കാണേണ്ടത്. അതുകൂടാതെ ഈ പല നിലക്കും ഈ ലോകത്ത് തന്നെ പെട്രോളിന്റെ ഓയിലിന്റെ ഇതൊക്കെ നിൽക്കുമ്പോൾ പല തടയലും ഉപരോധങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ലോകം തന്നെ സ്തംഭിച്ച ഒരു അവസ്ഥയിൽ ആയിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അമേരിക്ക ചെയ്യുന്ന വേറെ ഒരു യുദ്ധമാണ് ഭക്ഷണത്തിന്റെ യുദ്ധം. നമുക്കറിയാം, ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും മറ്റ് അറബി രാജ്യങ്ങളിലേക്കും ഒക്കെ അമേരിക്കയൊക്കെ അഴക്കുന്ന പ്രൊഡക്റ്റുകൾ വളരെ ക്വാളിറ്റി കുറഞ്ഞതാവും. നാടൻ ഭാഷയും പറഞ്ഞാൽ മനുഷ്യനെ മുഴന്തുകളാക്കുന്നവരാവും. അങ്ങനെ മുഴന്തുകളാക്കിയിരിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം, ക്യൂബയും ഇറാനൊന്നും നേരത്തെ അവരുടെ കളക്റ്റീവ് ബോധത്തെ പറ്റി പറഞ്ഞു, അധിനിവേശ വിരുദ്ധ കളക്റ്റീവ് ബോധത്തെ പറ്റി. അതേപോലെ തന്നെ അവരൊന്നും ആ പ്രൊഡക്റ്റും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. വേറെ പ്രൊഡക്റ്റുകളും അവർ തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളുമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ഇസ്രായേലും അമേരിക്കയും വളരെ ശക്തമാണ്, ലോക പോലീസ് ചമഞ്ഞ് നിൽക്കുന്നവരാണ് എന്ന് നമുക്കറിയാം. ആയുധപരമായിട്ടും മിലിറ്ററി പരമായിട്ടൊക്കെ ശക്തമാണ്. അതുപോലെ തന്നെ ഇറാനും ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്, ശക്തമായിട്ടുണ്ട്. അവരും അണുവായുധം അടക്കം ഉള്ള രാജ്യമാണ്. അതുപോലെ തന്നെ റഷ്യയും ചൈനയും അടക്കമുള്ള അവരുടെ പിൻബലമുണ്ട്. അതുകൂടാതെ നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത, റഷ്യ അങ്ങോട്ട് മാത്രമല്ല ഇറാൻ അങ്ങോട്ടും ചില ആയുധങ്ങൾ റഷ്യക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ റഷ്യക്ക് അങ്ങോട്ട് ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നിന്നാൽ തന്നെ അവരെ ശക്തി നമുക്ക് ആലോചിക്കാവുന്നതാണ്.
അതുപോലെ തന്നെ വേറെ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ലോകത്ത് തന്നെ സിയോണിസ്റ്റുകളെ ഒന്നും യഥാർത്ഥ ജൂതന്മാർ വരെ അംഗീകരിക്കുന്നില്ല. സിയോണിസ്റ്റുകളെ അംഗീകരിക്കാത്ത ജൂതന്മാരുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലോകത്തെ എല്ലായിടത്തും ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന അധിനിവേശക്കാരെയും അതുപോലെ തന്നെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഹിപ്നോട്ടിസം ചെയ്യാൻ നിൽക്കുന്ന ആയുധ കച്ചവടക്കാരെയും മാഫിയകളെയും നിരാകരിക്കുന്ന ജനങ്ങൾ അറബികളിലും ഈ യൂറോപ്യൻസിലും എല്ലാവരിലും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളൊരു സത്യവും നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഉപരോധത്തെ പറ്റി പറഞ്ഞു. ഉപരോധം ഏറ്റവും വലിയ യുദ്ധമാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു, നിരന്തരമായിട്ട് അധിനിവേശം നടന്നുകൊണ്ടിരിക്കുന്നു, അക്രമവും യുദ്ധവും നടന്നുകൊണ്ടിരിക്കുകയാണ് പശ്ചിമേഷ്യ ഇങ്ങനെ തമ്മിലടിച്ചുകൊണ്ടേയിരിക്കണമെന്ന് ചില മാഫിയുടെയും അധിനിവേശക്കാരുടെയും ഒക്കെ താല്പര്യമാണ്. അപ്പം പലസ്തീനെ ഗാസയൊക്കെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറബി രാജ്യങ്ങളിലൊക്കെ, സൗദി, UAE മറ്റുള്ള അടക്കമുള്ള അറബി രാജ്യങ്ങളിലൊക്കെ പള്ളിയിൽ പ്രാർത്ഥന ഉയരാറുണ്ട്. കാലങ്ങളായി പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇവരൊരു ഉപരോധം പോലും ഏർപ്പെടുത്തിയിട്ടില്ല. ഇവർ പറയുകയാണ്, ഈ വിഷയത്തിൽ ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു, ഇനി അവിടെ സമാധാനവും ശാന്തിയും ഉണ്ടാകണം, ഒരു വ്യവസ്ഥ അനുസരിച്ച് സമാധാനം ഉണ്ടാകണം, അതുവരെ ഞങ്ങൾ ഇസ്രായേൽ പ്രൊഡക്റ്റ് വാങ്ങില്ല, അമേരിക്കൻ പ്രൊഡക്റ്റുകൾ വാങ്ങില്ല എന്നുള്ള ഒരു ഉപരോധം ഏറ്റവും വലിയ യുദ്ധമാണ്. ആ ഉപരോധം വരെ ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ വെറുതെയാണ്. കാരണം ഇവരൊക്കെ യാങ്കികളുടെ അടിമ രാജ്യങ്ങളാണ് എന്നുള്ളതാണ്. വേറൊരു കാര്യം കൂടി പറയും. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടായാൽ ഇറാന് ഈ അറബി രാജ്യങ്ങളൊക്കെ അടിക്കും. കാരണം അമേരിക്കൻ പാവ രാജ്യങ്ങളായിട്ടുള്ള അവിടെയൊക്കെ അമേരിക്കയുടെ മിലിറ്ററി ക്യാമ്പും ഒക്കെ ഉണ്ട്, അവിടേക്കൊക്കെ അക്രമം അടിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയുകയാണ്, ഇങ്ങനെ യുദ്ധം ഉണ്ടായാൽ അമേരിക്കൻ അടിമ രാജ്യങ്ങളായി നിൽക്കുന്ന സൗദി അടക്കമുള്ള രാജ്യങ്ങളെ യാങ്കി തന്നെ തിരിഞ്ഞ് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് അവരുടെ സ്വഭാവം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതൊക്കെ വിടുക. എന്തൊക്കെ ആയാലും ലോകത്ത് വേണ്ടത് ശാന്തിയും സമാധാനവുമാണ്. ലോകത്തിന് വേണ്ടത് യുദ്ധമല്ല, മാനവരാശിയാണ് വിജയിക്കേണ്ടത്. ശാന്തിയും സമാധാനവും ധർമ്മവും സത്യവുമാണ് വിജയിക്കേണ്ടത്. യുദ്ധം മാനവരാശിക്ക് ഒന്നും നൽകിയിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലോകം മനോഹരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്